1995 കെ അബ്ദുൽ കരീം മൗലവിയുടെ ശ്രമഫലമായി ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ പ്രവർത്തകരായ RV അബ്ദുൽ മജീദ്, KU അബ്ദുൾ റസാഖ് എന്നിവരുടെ വീടുകളിൽ കേവലം 20 വിദ്യാർത്ഥികളുമായി അൽവക്ര മദ്രസ പ്രവർത്തനമാരംഭിച്ചു. കാലക്രമേണ കുട്ടികൾ വർദ്ധിച്ചതോടെ ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് പള്ളിയിലായി മദ്രസയുടെ പ്രവർത്തന കേന്ദ്രം. മുഹമ്മദ് അലി സാഹിബിൻ്റെ ശ്രമഫലമായി 2009 വക്ര ഫാമിലി പാർക്കിനടുത്തുള്ള ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ മദ്രസയ്ക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടു. 2010 വിദ്യാർത്ഥികളുടെ എണ്ണം 300-ലെത്തിയപ്പോൾ 16 അധ്യാപകരുമായി സ്ഥാപനം കുതിപ്പ് തുടർന്നു. എന്നാൽ അതേ വർഷം ഡിസംബർ മാസം ഖത്തർ ഗവൺമെൻറ് കെട്ടിടം തിരിച്ചെടുത്തതിനാൽ 2011 ബർവ വില്ലേജിലെ ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂൾ ക്യാമ്പസിലേക്ക് സ്ഥാപനം മാറ്റേണ്ടി വന്നു. സമാന്തരമായി 2000 ദോഹ ജദീദിലെ ശാന്തിനികേതൻ ക്യാമ്പസിൽ 4 അധ്യാപകരുടെ മേൽനോട്ടത്തിൽ 60 വിദ്യാർത്ഥികളുമായി ശാന്തിനികേതൻ മദ്രസ സ്ഥാപിതമായി. 2008 7 അധ്യാപകരും 150 വിദ്യാർത്ഥികളുമായി സ്ഥാപനം പുരോഗതിയിലേക്ക് കുതിച്ചു. 2009 ശാന്തിനികേതൻ സ്കൂളിൻ്റെ മൻസൂറയിലെ ക്യാമ്പസിലേക്ക് മദ്രസ പറിച്ചു നടുകയായിരുന്നു. 2009 റഹീം ഓമശ്ശേരി, KN മുജീബുർ റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിൽ അൽ മദ്രസ അൽ ഇസ്ലാമിയ ശാന്തിനികേതൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട മദ്രസ 2013 17 അധ്യാപകരും 400 വിദ്യാർത്ഥികളുമായി പുരോഗതിയിലേക്ക് കുതിക്കുകയായിരുന്നു. 2013 മൻസൂറ ക്യാമ്പസിൽ പ്രവർത്തിച്ചിരുന്ന അൽവക്കറ മദ്രസയും ബർവ വില്ലേജിലെ ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂൾ ക്യാമ്പസിലേക്ക് മാറ്റപ്പെട്ടു. ഇതോടെ അൽവക്കറ മദ്രസയും അൽ മദ്രസ അൽ ഇസ്ലാമിയ ശാന്തിനികേതനും ഒരേ കുട കീഴിലായി. പിന്നീട് KN മുജീബ് റഹ്മാൻ സാഹിബ് സ്കോളേഴ്സ് മദ്രസയുടെ ചുമതലയേറ്റപ്പോൾ ഏകീകൃത മദ്രസയുടെ പ്രധാനാധ്യാപകനായി MT ആദം സാഹിബിനെ ചുമതലയേൽപ്പിക്കപ്പെട്ടു. വൈസ് പ്രിൻസിപ്പാൾമാരായി KT അബ്ദുള്ള അഹമ്മദ്, മുഹമ്മദ് സ്വാലിഹ് എന്നിവരും നിയമിതരായി. 1995 20 വിദ്യാർത്ഥികളിൽ നിന്ന് തുടങ്ങി ഇന്ന് 30ൻ്റെ നിറവിൽ 2025 1200 വിദ്യാർത്ഥികളുമായി മദ്രസ ജൈത്രയാത്ര തുടരുന്നു. അതിൽ 650 ആൺകുട്ടികളും 550 പെൺകുട്ടികളുമുണ്ട്. അവർക്ക് അറിവ് പകർന്നു നൽകാനായി 50 അധ്യാപകരും 10 അനധ്യാപക ജീവനക്കാരും നിലവിൽ മദ്രസയിലുണ്ട്. വ്യാഴം വൈകുന്നേരം 4:30 മുതൽ 7:15 വരെയും ശനിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുമാണ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തന സമയം. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വിദ്യാർത്ഥികളുടെ പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടി മദ്രസ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. നുഖ്ബ തദ്രീബിയ്യയുടെ ആഭിമുഖ്യത്തിൽ ഖുർആൻ പാരായണം, ഹിഫ്ള് എന്നിവയിൽ പ്രത്യേകം പരിശീലനം നടക്കുന്നു. മിടുക്കരായ കാരികളെ വളർത്തിയെടുക്കാൻ നാദി തർത്തീലിന് കീഴിൽ പ്രത്യേകം പരിശീലനം നടന്നുവരുന്നു. അറബി ഭാഷാ പഠനത്തിൽ താൽപ്പര്യവും കഴിവും വർദ്ധിപ്പിക്കാൻ 7ാം ക്ലാസ് കുട്ടികൾക്ക് ചൊവ്വാഴ്ചകളിൽ പ്രത്യേകം കോച്ചിംഗ് ക്ലാസുകൾ സംഘടിപ്പിച്ചു വരുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിന് പ്രത്യേകമായി വെള്ളിയാഴ്ച ഓൺലൈൻ ഖുർആൻ പഠന ക്ലാസുകൾ വ്യവസ്ഥാപിതമായി നടന്നുവരുന്നു. സാഹിത്യ സമാജം, സാഹിത്യവേദി, കലാമത്സരങ്ങൾ, കായിക മത്സരങ്ങൾ, ഫുട്ബോൾ ടൂർണമെൻറ്റ്, കൊക്കോ ടൂർണമെൻറ്റ് തുടങ്ങിയവ സന്ദർഭോചിതം സംഘടിപ്പിച്ചു വരുന്നു. മാതൃഭാഷയും സാഹിത്യ വായനയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രായത്തിന് അനുയോജ്യമായ രീതിയിൽ പുസ്തകങ്ങൾ സജ്ജീകരിച്ച ലൈബ്രറി വിദ്യാർത്ഥികൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മദ്രസ വിദ്യാഭ്യാസത്തിലേക്ക് പിച്ചവെക്കുന്ന കുരുന്നുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് വർഷം തോറും പ്രവേശനോത്സവം വിപുലമായി നടത്തിവരുന്നു. നാദി തർത്തീലിന് കീഴിൽ നടക്കുന്ന ഖുർആൻ ഹിഫ്ള് മത്സരങ്ങളിൽ കുട്ടികൾ ഏറെ താൽപ്പര്യത്തോടെയാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. KMEB മജ്ലിസ് പൊതുപരീക്ഷയിൽ മദ്രസയിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ ആദ്യ റാങ്കുകളിൽ നല്ലൊരു പങ്ക് കരസ്ഥമാക്കുന്നതോടൊപ്പം 100% വിജയത്തിളക്കം കാലങ്ങളായി തുടർന്നു വരുന്നത് എന്നും അഭിമാനാർഹമാണ്. KMEBയുടെ ഹിക്മ ടാലൻറ്റ് സെർച്ച് പരീക്ഷയിൽ കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഉന്നത വിജയം കൈവരിക്കുന്നതിൽ മദ്രസ മുന്നിൽ തന്നെയാണ്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച മദ്രസ വിദ്യാർത്ഥി മുഹമ്മദ് ഷഹസാദിനും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വിദ്യാർത്ഥിനി മിൻഹ അഷ്റഫിനും മദ്രസ ഒരുക്കിയ ഉപഹാരം ജമാഅത്തെ ഇസ്ലാമി മുൻ അമീർ MI അബ്ദുൽ അസീസ് സാഹിബ് കൈമാറി. ഇതര സംഘടനകളും സ്കൂളുകളും നടത്തിയ കലാകായിക മത്സരങ്ങളിൽ മദ്രസ വിദ്യാർത്ഥികൾ ഉന്നത നിലവാരം പുലർത്തി വിജയിക്കാറുണ്ട്. സ്ഥാപനത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ മദ്രസയ്ക്ക് അഭിമാനമായി ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠനകാലത്ത് തങ്ങളുടേതായ നേതൃപാടവം പ്രകടിപ്പിക്കാറുണ്ട്. മദ്രസ വാർഷികത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും മാതൃസംഗമവും സംഘടിപ്പിച്ചു.
മദർ PTA പുതിയ ഭാരവാഹികളെയും അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. 30 വർഷം കൊണ്ട് പ്രവാസി മലയാളി മുസ്ലിം കുടുംബങ്ങളുടെ ദീനി പഠന സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് ഫിർദൗസിലേക്കുള്ള ചിറകുകളാവുകയാണ് അൽ മദ്രസ അൽ ഇസ്ലാമിയ ശാന്തിനികേതൻ. വരും കാലങ്ങളിൽ അതിൻ്റെ ദൗത്യം പൂർവാധികം ശക്തിയോടെയും കരുത്തോടെയും നിർവഹിക്കാൻ സർവശക്തനായ നാഥൻ തുണക്കട്ടെ. ആമീൻ.